അപ്പോൾ അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ ഈ 63 എന്നൊരു വലിയ സംഖ്യയിലേക്ക് 22 നിന്നും 63 എന്നൊരു വലിയ സംഖ്യയിലേക്ക് കോൺഗ്രസിന് എത്തിയതിൻ്റെ ആ തെരഞ്ഞെടുപ്പിന് അത്രയും മാറ്റുകൂട്ടിയ വിജയം ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു MP വന്ന് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊണ്ട് മത്സരത്തിൽ നിൽക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായി വരുമ്പോൾ അതിന് പാർട്ടി എങ്ങനെ അത് വിശദീകരിക്കുമെന്നൊരു ചോദ്യമാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ജനവികാരം മാനിക്കാതെയും സീനിയോറിറ്റി പരിഗണിച്ചും കോൺഗ്രസിന് നഷ്ടപ്പെട്ട സംസ്ഥാനങ്ങൾ. രാജസ്ഥാനിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സച്ചിൻ പൈലറ്റിനെ മുമ്പിൽ നിർത്തി പടനയിച്ചു. ഭരണം ലഭിച്ചപ്പോൾ വീണ്ടും അശോക് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രിയായി കെട്ടിയിറക്കി. മധ്യപ്രദേശിൽ ജ്യോതിരാജ് സിന്ധ്യയെ മുമ്പിൽ നിർത്തി പടനയിച്ചു. ഭരണം കിട്ടിയപ്പോൾ കമൽനാഥിനെ കെട്ടിയിറക്കി. കർണാടകയിൽ DK ശിവകുമാറിനെ മുമ്പിൽ നിർത്തി പടനയിച്ചു. ഭരണം കിട്ടിയപ്പോൾ സിദ്ധരാമയ്യ തന്നെ വീണ്ടും കെട്ടിയിറക്കപ്പെട്ടു. തെലുങ്കാനയിൽ രേവന്ത് റെഡ്ഡിയെ മുമ്പിൽ നിർത്തി പടനയിച്ചു. ഭരണം ലഭിച്ചപ്പോൾ രേവന്ത് തന്നെ യാതൊരു തടസ്സങ്ങളുമില്ലാതെ മുഖ്യമന്ത്രിയായി. ഇതായിരുന്നു ഹൈക്കമാൻഡ് എടുത്ത ശരിയായ തീരുമാനം. പറയുന്ന KC വേണുഗോപാൽ, അദ്ദേഹം കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായി അടുത്ത ഒരു ടേമിലേക്ക് കൂടി അദ്ദേഹത്തെ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ ആ ഒരു സ്ഥാനമുണ്ട്. രാജസ്ഥാനിൽ നിന്നും രാജ്യസഭാംഗത്വം രാജിവെച്ചിട്ടാണ് ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച് MP ആയി എത്തിയത്. അങ്ങനെ നിൽക്കുന്ന KC വേണുഗോപാൽ ഹൈക്കമാൻഡിൽ രണ്ടാമനെന്നോ മൂന്നാമനെന്നോ പറയാവുന്ന സ്ഥാനത്ത് നിൽക്കുന്ന നേതാവാണ്. അപ്പോൾ അതിൽ ധാർമ്മികമായ ഒരു പ്രശ്നം ഉയരുന്നത് MP മാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്ത ശേഷം വന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ ഈ 63 എന്നൊരു വലിയ സംഖ്യയിലേക്ക് 22 നിന്നും 63 എന്നൊരു വലിയ സംഖ്യയിലേക്ക് കോൺഗ്രസിന് എത്തിയതിൻ്റെ ആ തെരഞ്ഞെടുപ്പിന് അത്രയും മാറ്റുകൂട്ടിയ വിജയം ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു MP വന്ന് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊണ്ട് മത്സരത്തിൽ നിൽക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായി വരുമ്പോൾ അതിന് പാർട്ടി എങ്ങനെ അത് വിശദീകരിക്കുമെന്നൊരു ചോദ്യമാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഇനി പറയുന്നത് VD സതീശനാണല്ലോ. ഇനി സീനിയോറിറ്റി വെച്ച് നോക്കാം. അടുത്ത സീനിയർ ആയിട്ട് നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല സീനിയോറിറ്റി പറയുകയാണ്. രമേശ് ചെന്നിത്തല സീനിയോറിറ്റി പറയുമ്പോൾ 2016 അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. 2021 അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് MLA-മാരുടെ പിന്തുണയുണ്ടായിരുന്നു. ആ പിന്തുണയുണ്ടായിട്ട് മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ MLA-മാരുടെ പിന്തുണയല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ സീനിയോറിറ്റി എന്ന പ്രയോഗം വരുന്നുണ്ടല്ലോ. സീനിയോറിറ്റി നമുക്കൊന്ന് നോക്കാം. ഈ സീനിയോറിറ്റിയുടെ കാര്യത്തിൽ എന്ത് സീനിയോറിറ്റിയാണ് ഇവിടെ നേരത്തെ പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്? നമുക്ക് 2018 മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് എടുക്കാം. 2018 മധ്യപ്രദേശിൽ നഷ്ടമായത് എങ്ങനെയാണ്? ജ്യോതിരാദിത്യ എന്ന ഒരു യുവ നേതാവ് അവിടെ തെരഞ്ഞെടുപ്പ് നയിക്കാൻ നിൽക്കുന്നു. ജ്യോതിരാദിത്യയെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സീനിയറായ കമൽനാഥിനെ ഡൽഹിയിൽ നിന്നാണ് കമൽനാഥിനെ തീരുമാനിക്കുന്നത്. കമൽനാഥ് മുഖ്യമന്ത്രിയാകുന്നു. പിന്നീട് മധ്യപ്രദേശ് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ടോ? ജ്യോതിരാദിത്യ സിന്ധ്യ എങ്ങോട്ടാണ് പോയത്? അത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അടുത്തത് എവിടെയാണ്? രാജസ്ഥാനിൽ. അതേ വർഷമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് എന്ന യുവ നേതാവ് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുന്നു, പ്രകടനങ്ങൾ നയിക്കുന്നു, റാലികൾ നയിക്കുന്നു, ആവേശോജ്വലമായ പ്രസംഗങ്ങൾ നടക്കുന്നു, ആ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നു. എന്നിട്ട് അതിനുശേഷം അധികാരം ആർക്കാണ് കൊടുക്കുന്നത്? ഡൽഹിയിൽ നിന്ന് തീരുമാനിക്കുന്നു അശോക് ഗെഹ്ലോട്ട്, അല്ലേ? പിന്നീട് രാജസ്ഥാൻ കിട്ടിയോ? രാജസ്ഥാനും പോയി. രാജസ്ഥാൻ എങ്ങോട്ടാണ്? BJPക്ക് പോയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലെ അനുഭവം. ഇനി നമ്മുടെ അടുത്തത് കർണാടകയിലേക്ക് പോകാം. 2023 DK ശിവകുമാർ എന്ന ക്രൗഡ് പുല്ലർ മുന്നിൽ നിന്ന് നന്നായി നയിച്ചു, നല്ല രീതിയിൽ ഭൂരിപക്ഷം നേടിക്കൊടുത്തു. അവിടെ പക്ഷേ മുഖ്യമന്ത്രി സീനിയറായ സിദ്ധരാമയ്യെ തീരുമാനിക്കുന്നു. അതും ടേം വ്യവസ്ഥയൊക്കെ അധികം പറഞ്ഞെങ്കിലും ആ ടേമിലേക്ക് പിന്നെ എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രതീക്ഷിച്ച വിജയം അവിടെ കോൺഗ്രസിനുണ്ടായിട്ടില്ല. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലെ സീനിയോറിറ്റി എന്ന ഒരൊറ്റ ഘടകം മാത്രം പരിഗണിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഫലം എന്നുള്ളത്. അപ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കിയ ഒരു നേതാവിന് ഒരു അവസരം കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത്